ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എഗൺ ലേണിംഗ് ആപ്പ്. അപ്പൊ മക്കളെ, നാളെയാണ് നമ്മൾ 8ാം ക്ലാസ്സിലെ SS അതാ സോഷ്യൽ സയൻസിന്റെ എക്സാം ഉള്ളത് അല്ലെ. എല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 7 മണിക്ക് നമ്മളെ കിഡിലൻ മാരത്തോൺ ലൈവ് ഉണ്ട്. ഞാനും ഫസൽ സാറും അച്ഛൻ സാറൊക്കെ വരുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ എക്കണോമിക് തോട്ട്സ് അല്ലെ, സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി എന്ന് പറയും അല്ലെ. മലയാളത്തിൽ ഇതിന് നമ്മൾ ചോർച്ചാ സിദ്ധാന്തം എന്നാണ് പറയുക. ചോർച്ചാ സിദ്ധാന്തം. ഓക്കെ, സിദ്ധാന്തത്തിന് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണ്. ഓക്കെ, സിദ്ധാന്തം. ഓക്കെ, അപ്പൊ ആരാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജി എന്നുള്ളത് പറയണം. എന്തുകൊണ്ടാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം പറഞ്ഞത്? ചോർച്ചാ സിദ്ധാന്തം എന്താണെന്ന് നിർവചിക്കുക അല്ലെങ്കിൽ ഡിഫൈൻ ഡ്രെയിൻ തിയറി എന്നൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് ആൻസർ പറയണം. ബ്രിട്ടീഷുകാർ നമ്മുടെ വിഭവങ്ങൾ ചോർത്തി അങ്ങോട്ട് എന്താ പറയുക, ഇംഗ്ലണ്ടിലേക്ക് അല്ലെങ്കിൽ എന്താ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത് ഇന്ത്യയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ഓക്കെ, അതാണ് ഒന്നാമതായിട്ട് ദാദാഭായ് നവറോജി പറഞ്ഞ കാര്യം അല്ലെ. ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം എന്നാണ് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിൽ നമ്മൾ ചോർച്ചാ സിദ്ധാന്തം എന്നാണ് പറയുക, ഇംഗ്ലീഷിൽ ഡ്രെയിൻ തിയറി എന്ന് പറയും. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്തൊക്കെ കൊണ്ടാണ് ദാദാഭായ് നവറോജി ഈ ചോർച്ചാ സിദ്ധാന്തം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ദാദാഭായ് നവറോജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ വിഭവങ്ങൾ ചോർന്നു പോകുന്നതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കുക എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ഈ 5-6 കാരണങ്ങൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഒന്ന്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ഇന്ത്യൻ ഓഫീസർ ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഉണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഓഫീസറിന് ഇന്ത്യൻ ഓഫീസറിനെക്കാട്ടും കൂടുതൽ സാലറി, ഒരേ പോസ്റ്റിലാണെങ്കിൽ പോലും രണ്ടുപേർക്കും ഡിഫറെന്റ് സാലറി ആണ്. അതിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് കൂടുതൽ സാലറി ആണ് കൊടുത്തുകൊണ്ടിരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതേപോലെ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന ഇന്ത്യൻ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ വലിയ വിലയ്ക്ക് എന്താ ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് അവർ കയറ്റുമതി ചെയ്തിട്ട് ഇന്ത്യക്കാരത് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ കാര്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനായിട്ട് എന്താ അവർ ഇന്ത്യയെ കൊള്ളയടിച്ചു, ഇന്ത്യയെ മൊത്തം എന്താ പറയുക, ഇന്ത്യയുടെ സമ്പത്ത് മൊത്തം ഊറ്റിയെടുത്തു എന്നൊക്കെയാണ് ഇതിൽ നമ്മൾ പറയുന്നത്. പിന്നെ ഇന്ത്യൻ തൊഴിലാളികളെ ബ്രിട്ടീഷുകാർ അടിമകളെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതേപോലെ ഇന്ത്യൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ലണ്ടനിലേക്ക് അതായത് ഇംഗ്ലണ്ടിലേക്ക് എന്താ കയറ്റുമതിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ദാദാഭായ് നവറോജി പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം എന്താ ഡ്രെയിൻ തിയറി പറയുന്നത്. ഡ്രെയിൻ തിയറി നടക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ, അതിന് എവിഡൻസ് ഒക്കെ നിരത്തുകയാണ് ദാദാഭായ് നവറോജി ചെയ്യുന്നതിലൂടെ. അപ്പൊ ഈ 4 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ വേർ പെയ്ഡ് ഹൈ salaries. Goods made from Indian raw materials and resources brought at extreme low price were sold at high price in the Indian market. അല്ലെ, ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ ഇന്ത്യൻ കോട്ടൺ അല്ലെങ്കിൽ പരുത്തി ചീപ്പായിട്ട് അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് അതെന്താ ഷർട്ടോ പാൻറ്റോ ഒക്കെ ആയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ കയറ്റി വിടും. എന്നിട്ട് വലിയ വിലയ്ക്ക് വേണം നമ്മൾ ഇവിടുന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട്. ഓക്കെ, പിന്നെ ഇന്ത്യൻ വെൽത്ത് വാസ് റോബ്ഡ് ഫോർ എക്സ്പാൻഡിങ് ദ ബ്രിട്ടീഷ് എംപയർ എന്നുള്ളതാണ് 3ാമത്തെ പോയിന്റ്. 4ാമത്തെ പോയിന്റ് എന്താ, ഇന്ത്യൻ ലേബറേഴ്സ് വെർ കൺസിഡർഡ് ആസ് സ്ലേവ്സ് അല്ലെ. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അടിമകളെ പോലെയാണ് ഇന്ത്യൻ തൊഴിലാളികളോടുള്ള അവരുടെ സമീപനം ഉണ്ടായിരുന്നത്. അതുപോലെ എന്താ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് വെർ എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്, അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് നല്ല സാധനങ്ങളൊക്കെ എന്താ ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യായിരുന്നു എന്നുള്ള കാര്യം. നമ്മളൊരു എന്താ പറയുക ലോക്കൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമായിരിക്കണം ഇന്ത്യക്കാർ ഉപയോഗിക്കേണ്ടത്. എല്ലാ ലാഭവും ബ്രിട്ടീഷുകാർക്ക് കിട്ടണം എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ എന്താ ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് പറയേണ്ടതെന്നുള്ള കാര്യം എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണേ. ഓക്കെ.